സോളാർ സമരം ഒത്തുതീർക്കാൻ CPM-ന് വേണ്ടി ഇടനില നിന്നത് ജോൺ ബ്രിട്ടാസ് എന്ന വെളിപ്പെടുത്തൽ. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് ഗുരുതര ആരോപണമുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം തീർക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MK വിനോദ് ചേരുകയാണ്. വിനോദ്, വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോളാർ സമരം ഒത്തുതീർക്കാൻ CPM-ന് വേണ്ടി ഇടനില നിന്നത് ജോൺ ബ്രിട്ടാസ് എന്ന വെളിപ്പെടുത്തൽ വരികയാണ്. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയമാണ് മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, മലയാളം വാരികയിലാണ് ജോൺ മുണ്ടക്കയം വിശദമായ ലേഖനം എഴുതുന്നത്. അദ്ദേഹം മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്നു. അദ്ദേഹമാണ് കൃത്യമായി വിവരം രേഖപ്പെടുത്തുന്നത്. 2013 കേരളത്തിൽ പോലും ശ്രദ്ധേയമായ വലിയ സോളാർ സമരം ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റുകളും വളഞ്ഞുകൊണ്ടുള്ള വലിയ സമരമായിരുന്നു നടന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലേക്ക് നയിച്ച കാരണങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച വസ്തുതകൾ എന്തെല്ലാമാണ് എന്ന് അക്കമിട്ട് നിരത്തുകയാണ് ജോൺ മുണ്ടക്കയം. ഈ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം CPM-ന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത്, ജോൺ മുണ്ടക്കയത്തെ വിളിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. കൈരളി ചാനലിൻ്റെ MD ആണ്. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ MP ആണ്. അദ്ദേഹമാണ്, ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ മുണ്ടക്കയത്തെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഈ സമരം നമുക്ക് അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോൺ മുണ്ടക്കയം മറുപടി പറയുന്നു, ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാറായോ എന്ന് ചോദിക്കുന്നു. ഇതാര് പറഞ്ഞിട്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, ഈ സമരം അവസാനിപ്പിക്കണ്ടേ, അതിനെന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം, സോളാർ വിഷയത്തെ അല്ലെങ്കിൽ സോളാർ ആരോപണത്തെ പറ്റി ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ജോൺ മുണ്ടക്കയം പറയുന്നു, അത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞതാണല്ലോ, അന്വേഷണം നടത്താമെന്ന് പറഞ്ഞതാണല്ലോ, അതൊക്കെയുണ്ട്. എന്നാൽ പോലും വാർത്താ സമ്മേളനം അടിയന്തരമായി വിളിച്ച് ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാം എന്നുള്ളൊരു ധാരണയാണ് എത്തുന്നത്. ഇത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു ജോൺ മുണ്ടക്കയം. അന്നത്തെ മലയാള മനോരമയുടെ ബന്ധം ഉപയോഗിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറയുന്നു. പാർട്ടി നേതൃത്വം CPM തന്നെ നേരിട്ട് സമരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടിയോട് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ചോദിക്കുന്നു, ഇത് പാർട്ടി അറിഞ്ഞിട്ടാണോ? അതെ, ജോൺ ബ്രിട്ടാസ് ആണ് വിളിച്ചത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ കൂടി ഈ വിവരം ധരിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ജോൺ മുണ്ടക്കയം അന്നത്തെ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നു. കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ച് ഈ കാര്യം സംസാരിക്കുന്നു. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ പെട്ടെന്ന് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രധാനപ്പെട്ട CPM നേതാക്കളെ ബന്ധപ്പെട്ട് സമരം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയെന്ന കൃത്യമായ ലേഖനമാണ് അദ്ദേഹം മലയാളം വാരികയിലൂടെ പങ്കുവെക്കുന്നത്. സോളാർ സമരം ഒത്തുതീർക്കാൻ CPM-ന് വേണ്ടി ഇടനില നിന്നത് ജോൺ ബ്രിട്ടാസ് എന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണമുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം തീർക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട്.